ബ്രൈറ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പെൻഷൻ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നതിൽ കുറവ് കാണുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വെവ്വേറെയാണ് പെൻഷൻ വിതരണം നടത്തുന്നത്. കേന്ദ്രത്തിന്റെ തുക പിന്നീട് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തൊരു പ്രധാന അറിയിപ്പ്: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയിട്ടുണ്ടോ എന്നിങ്ങനെ അറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. സേവന പെൻഷനിൽ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആധാർ ഉപയോഗിച്ച് സേവന പെൻഷൻ സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ഏത് തീയതിയിൽ തുക നൽകിയത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തു കാരണം കൊണ്ട് മുടങ്ങി എന്നൊക്കെ പരിശോധിക്കുവാനും സാധിക്കും. പെൻഷൻ തുക പല ആൾക്കാർക്കും ലഭിക്കാത്തതിന് കാരണം ബയോമെട്രിക് മാസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്തതാണ്. ഇനി ചെയ്യാത്തവർക്ക് ഇപ്പോൾ ചെയ്യാൻ സമയമുണ്ട്. നാളെ ഡിസംബർ 20 വരെ അക്ഷയ കേന്ദ്രം വഴി അവസരമുണ്ട്. ഈ വർഷം ആദ്യം മസ്റ്ററിംഗ് ചെയ്തവർ ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ക്രിസ്മസ്, പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി സ്ത്രീകൾക്കുള്ള സർക്കാരിൻ്റെ അറിയിപ്പുകൾ ഇതാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ വിധവാ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. 50 വയസ്സിന് മേലെ പ്രായമുള്ള സ്ത്രീകൾക്ക്, അവിവാഹിതരായിട്ടുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ട സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന സാക്ഷ്യപത്രമാണ്. നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം എല്ലാ വർഷവും സമർപ്പിച്ചാൽ മാത്രമേ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. ജനുവരി 31 മുൻപായി ഈ രേഖകളെല്ലാം എല്ലാവരും സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. 60 വയസ്സിന് മേലെയുള്ള സ്ത്രീകളാണ് ഈ പെൻഷൻ വാങ്ങുന്നതെങ്കിൽ അവർക്ക് ഈ രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല.